ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണകാലം 21 ഞായർ. അരപ്പട്ടയും താക്കോലും. യെശയ്യായുടെ പുസ്തകത്തിലെ 22 അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ് ആദ്യത്തെ വായന. ഞാൻ നിന്റെ ഉദ്യോഗത്തിൽ നിഷ്കാസനം ചെയ്യും, നിന്റെ പദവിയിൽ നിന്ന് നിന്നെ താഴെ ഇറക്കും. അന്നാളിൽ എൻ്റെ ദാസനും ഹിൽക്കിയായുടെ മകനുമായ എലിയാക്കിമിനെ ഞാൻ വിളിക്കും. നിന്റെ അങ്കി ഞാൻ അവനെ ധരിപ്പിക്കും, നിന്റെ കച്ച കൊണ്ട് ഞാൻ അവൻ്റെ അരപ്പട്ട കിട്ടും, നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഭവനത്തിനും പിതാവായിരിക്കും. ഞാൻ ദാവീദ് ഭവനത്തിന് താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ സിംഹാസനമായിരിക്കും. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം BC, ക്രിസ്തുവിന് മുമ്പ് 701 BC 701. നിയോ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന സെന്നാഹെരീബ് BC 701 യെരൂശലേം നഗരത്തെ ഉപരോധിച്ചിരുന്നു. എന്നാൽ അന്ന് BC 701 അത്ഭുതകരമായി ദൈവം വിശുദ്ധ നഗരത്തെ സംരക്ഷിച്ചു. അതൊരു സൗഭാഗ്യമാണെന്നും ദൈവം എപ്പോഴും തങ്ങൾ ഇതുപോലെ അത്ഭുതം മുതൽ രക്ഷിക്കുമെന്നും മൂഢചിന്തയിലാണ്ടു ദൈവജനം. എന്ത് തോന്നിയാസം ചെയ്താലും ദൈവം തന്നെ തങ്ങളെ രക്ഷിക്കുമെന്ന് ഒരു മൂഢചിന്ത. അങ്ങനെ തോന്നിയാസങ്ങളിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തി. തോന്നിയാസം, നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന തോന്നിയാസങ്ങളുണ്ടല്ലോ. ആ തോന്നിയം ദൈവം എന്തും ക്ഷമിക്കും, ദൈവം കാരുണ്യവാനാണ്, ദൈവം ദയാലുവാണ്, ചേർത്ത് പിടിക്കലാണ് ദൈവത്തിൻ്റെ പരിപാടി. ഇങ്ങനെ പറഞ്ഞ് സകല ദുഷ്ടന്മാരെയും ചേർത്ത് പിടിക്കുന്ന ഒരു തരം തോന്നിയാസം, മൂഢചിന്ത, അതിലേക്ക് യെരൂശലേം കൂപ്പുകുത്തി. ഇതിനെതിരെയുള്ള 2 അരുളപ്പാടുകളാണ് യെശയ്യാ പ്രവാചകൻ നൽകുന്നത്. ആദ്യത്തേത് യെരൂശലേം നഗരത്തെ മൊത്തത്തിൽ വിമർശിക്കുന്നതാണ്. അതാണ് 22 അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദായിലെ ഭരണകൂടത്തിലെ തലമുതിർന്ന നേതാവിനെതിരെയാണ് രണ്ടാമത്തേത്. 22:15 മുതൽ 25 വരെ, 22 അധ്യായം 15 മുതൽ 25 വാക്യം വരെ. കർത്താവിന് ദാസന്മാർ എന്ന നിലയിൽ ചെയ്യേണ്ടിയിരുന്ന കടമകൾ മറന്ന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചതിനെതിരെയാണ് പ്രവാചക ശബ്ദം ഉയരുന്നത്. പുറജാതിക്കാർക്കെതിരെയുള്ള അരുളപ്പാടുകൾക്കുള്ളിൽ 13 അധ്യായം മുതൽ 21 അധ്യായം വരെ അങ്ങനെയാണ്. യെരൂശലേമിനെതിരെയുള്ള ന്യായവിധി അരുളപ്പാട് യെശയ്യാ പറയുന്നതിന് ഒരു സാങ്കത്യമുണ്ട്. ദൈവം തന്റെ പദ്ധതി ലോകത്തിൽ നടപ്പാക്കാൻ സവിശേഷമായി തെരഞ്ഞെടുത്തതാണ് ദൈവജനമാണ് ഈ ഇസ്രായേലിന്. എന്നാൽ അവര് ഈ അന്യമതക്കാരിൽ നിന്നും അന്യജാതിക്കാരിൽ നിന്നും വലിയ വ്യത്യാസമില്ല. കർത്താവിനെ തേടാനോ കർത്താവിനെ തിരിച്ചറിയാനോ സ്വന്തം ജനത്തിന് സാധിക്കുന്നില്ല മാത്രമല്ല, ഈ അന്യജാതിക്കാരുടെ ആചാരങ്ങളെല്ലാം പള്ളിയിലും പള്ളിപ്പറമ്പിലും ദേവാലയത്തിലും ഒക്കെ ചെയ്യുന്നത് പോലെ അവരും ചെയ്തു. അപ്പോൾ തലമുതിർന്ന നേതാവായ ഈ ഷെബന എന്ന് പറയുന്ന ആ നേതാവിനെതിരെയാണ് രണ്ടാമത്തെ അരുളപ്പാട്. അതിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. ഒരൊറ്റ വചനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദാവീദ് ഭവനത്തിൻ്റെ അല്ലെങ്കിൽ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോല് ഞാൻ അവന് കൊടുക്കും. ഈ ഷെബന എന്ന് പറഞ്ഞ ആളെ മാറ്റിയിട്ട് എലിയാക്കിം എന്ന ആളെ ഞാൻ തലപ്പത്ത് കൊണ്ടുവരും. ദാവീദ് ഭവനത്തിൻ്റെ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോല് അവന് ഞാൻ നൽകും. ദാവീദ് വംശത്തിൽ നിന്നുള്ള രാജാവിന് കീഴിൽ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ആളുടെ രാജകീയ അധികാരത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് താക്കോല്. ഞാൻ ഒന്നുകൂടി പറയാം. ദാവീദ് വംശത്തിൽ നിന്നുള്ള രാജാവിന് കീഴിൽ പ്രധാനമന്ത്രിയായി, രാജാവ് പിന്നെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ആളുടെ രാജകീയ അധികാരത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് താക്കോല്. രാജാവിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളെന്ന നിലയിൽ രാജാവിന്റെ നാമത്തിൽ വാതിൽ തുറക്കാനോ അടയ്ക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് രാജ്യകാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം. അതാണ് അടയ്ക്ക തുറക്കാന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഒരാളെ പുറത്താക്കാം, ഒരാളെ അകത്താക്കാം, ഒരാളെ നിയമിക്കാം, ഒരാളെ ഡിസ്മിസ് ചെയ്യാം, വിവിധ തീരുമാനങ്ങൾ എടുക്കാം. ഇതാണ് അടയ്ക്ക തുറക്കാന്നൊക്കെ പറഞ്ഞാൽ. രാജാവിന് മുഖം കാണിക്കാൻ ഒരാളെ അനുവദിക്കണമോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കാര്യാലയമായിരുന്നു. അങ്ങനെ ദാവീദ് ഭവനത്തിന്റെ താക്കോല് നൽകപ്പെട്ട ഒരാൾ, അതാണ് അതിന്റെ പോയിന്റ്. ഇന്ന് നമ്മൾ സുവിശേഷ വായന ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് കൈമാറുന്ന രംഗമാണ്. കർത്താവ് സ്വർഗരാജ്യത്തിന്റെ താക്കോല്, ദാവീദിന്റെ താക്കോല് കൈവശമുള്ളവനാണ് ദാവീദ് വംശജനായ മിശിഹാ രാജാവ്. അത് വെളിപാട് പുസ്തകം 3:7 പറയുന്നുണ്ട്. ദാവീദിന്റെ താക്കോല് കൈവശമുള്ളവനാണ് ദാവീദാത്മജനായ ഈശോ മിശിഹാ. ആ ഈശോ മിശിഹായുടെ കയ്യിൽ ദാവീദിന്റെ താക്കോലുണ്ട്. വെളിപാട് 3:7. അങ്ങനെ
അങ്ങനെ ദാവീദിന്റെ താക്കോൽ ഈശോ മിശിഹ, അതായത് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന സത്യദൈവമായ ഈശോ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ, ദാവീദിന്റെ താക്കോല് കൈവശം വയ്ക്കുന്ന ഈശോ മിശിഹ, അതായത് ഭൂമിയിൽ മനുഷ്യനായി വന്ന സത്യദൈവമായ ഈശോ മിശിഹ സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിന് കൈമാറാണ്. മത്തായിയുടെ സുവിശേഷം 16:19. അതാണ് ഇന്നത്തെ സുവിശേഷ വായന. കത്തോലിക്ക സഭയുടെ മതബോധനം 553, 567, 981, 1444 നിങ്ങൾക്ക് വായിക്കാം. പത്രോസിനെ ദൈവരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വാഴിക്കുകയായിരുന്നു ഇതിലൂടെ. സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ് കേട്ടോ, സ്വർഗരാജ്യത്തിന്റെ താക്കോല്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകളോട് ചോദിച്ചു, ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിന്റെ കയ്യിൽ കൊടുത്തു കർത്താവ്, നരകത്തിന്റെയും മരണത്തിൻ്റെ താക്കോലോ ചിലർ പറഞ്ഞു സാത്താന്റെ കയ്യിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, വെളിപാട് ദിവസം 1:18 വായിച്ച് വരാൻ പറഞ്ഞു. വെളിപാട് ദിവസം 1:18 എന്താ പറഞ്ഞിരിക്കുന്നത്? മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ ഉത്ഥിതനായ കർത്താവിന്റെ കയ്യിലാണ്. ഈ നരകം എന്ന് പറയുന്നത് നിത്യനരകമല്ല, ഗേഹന്നയല്ല, പിന്നെ തീ തടാകം അതുമല്ല. നരകം തന്നെ മൂന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മരണം നരകം എന്ന് പറയുന്ന ഒരു നരകമുണ്ട്, പിന്നെ നിത്യനരകമുണ്ട് ഗേഹന്ന എന്ന് പറയുന്നത്, പിന്നെ ഈ നിത്യനരകത്തെ എറിയുന്ന തീ തടാകമുണ്ട്. ഇതെല്ലാം മൂന്ന് സംഗതികളാണ്, 3 അവസ്ഥകളാണ്. നമുക്ക് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ ഉത്ഥിതനായ കർത്താവിന്റെ കയ്യിലാണ്. പക്ഷെ സ്വർഗരാജ്യത്തിന്റെ താക്കോലോ അത് ഈശോ മിശിഹ പത്രോസിനെ കൈമാറി. അതായത് പത്രോസിനെ ദൈവരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വാഴിച്ചു. ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പത്രോസിന് അധികാരം നൽകി. ഭൂമിയിലെ ദൈവരാജ്യമാണ് കത്തോലിക്ക സഭ, അതിന് തീരുമാനങ്ങൾക്ക് പത്രോസിന് അധികാരം നൽകി. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം, പത്രോസിന്റെ കുടുംബത്തിന്, സ്വകാര്യ കുടുംബത്തിന് കൊടുത്തതാണോ ഈ അധികാരം? പത്രോസിന്റെ മരണത്തോടെ ഈ അധികാരം നിന്ന് പോയോ? അങ്ങനെയാണോ കർത്താവ് ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അല്ല. കാരണം എന്താ? ഇത് തിരുവചനമാണ്. തിരുവചനം എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ നിലനിൽക്കേണ്ട വചനമാണ്. ലോകാവസാനം വരെ പ്രസക്തിയുള്ള വചനമാണ്, അർത്ഥമുള്ള വചനമാണ്. അപ്പോൾ പത്രോസിന്റെ പിൻഗാമികൾക്കുമാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഓർക്കുക, പത്രോസിന് നിനക്ക് എന്ന ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എന്നല്ല, നിനക്ക്. പത്രോസിന്റെ പിൻഗാമിക്കും. അത് ഈശോയുടെ 2ാമത്തെ ആഗമനം വരെ നിലനിൽക്കാനുള്ള അധികാരമാണിത്. ആ താക്കോല് അങ്ങനെ ഈ പത്രോസിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഏകവചനത്തിലാണ്. അങ്ങനെയെങ്കിൽ പത്രോസിന്റെ പരമാധികാരത്തെയും പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ പ്രബോധനാധികാരത്തെയും പരമാധികാരത്തെയും എല്ലാ സഭകളും എല്ലാ മനുഷ്യരും അംഗീകരിക്കണം. അപ്പോൾ ഇത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്ത് കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു പോയ സകലനും തിരിച്ചു വരണമെന്നാണ് ഈശോ മിശിഹ ആഗ്രഹിക്കണേ. പത്രോസിന്റെ സഭയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട്, പിന്നെ ചില കാര്യങ്ങളൊക്കെ അത് മാറ്റേണ്ടതുണ്ട്. പക്ഷേ ആ സഭയിൽ നിന്ന് വേറിട്ട് പോകാനായിട്ട് ഒരാൾക്കും അധികാരമില്ല. അങ്ങനെ ചെയ്താൽ ഈ അടക്കിലും തുറക്കലും ഒക്കെ അധികാരമുള്ള, തീർച്ചയായിട്ടും അത് വളരെ വിവേകത്തോട് ഉപയോഗിക്കേണ്ടതാണ് മാർപ്പാപ്പമാര്. പക്ഷേ മാർപ്പാപ്പമാരോ അല്ലെങ്കിൽ സഭയില് പ്രശ്നങ്ങളുണ്ടെന്ന് കരുതി ഈ സ്വർഗരാജ്യത്തിന് താക്കോൽ കൈമാറിയ പത്രോസിനെയും അതിന്റെ പിൻഗാമിയെയും ധിക്കരിച്ച് പുറത്തു പോകുന്നവര് തീർച്ചയായിട്ടും ഈ രക്ഷയ്ക്ക് പുറത്താണ്, രക്ഷയുടെ പുറത്താണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മാർപ്പാപ്പി അംഗീകരിക്കില്ല, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ചൊല്ലില്ലെന്നും പറഞ്ഞ് മാർപ്പാപ്പ ലത്തീൻ കുർബാന ചൊല്ലുന്ന പോലെ ഞങ്ങൾക്ക് ലത്തീൻ കുർബാന ചൊല്ലണമെന്നും പറഞ്ഞ് സീറോ മലബാർ കുർബാന ചൊല്ലണമെന്നും പറഞ്ഞ് നടക്കുന്ന എറണാകുളത്തെയും അതുപോലെയുള്ള വിമത വൈദികര് മാർപ്പാപ്പി അംഗീകരിക്കില്ലെന്ന് പറയുമ്പോൾ ഈ തിരുവചനത്തിനെതിരെ തെറ്റുകയാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഈശോ മിശിഹ ആർക്ക് നൽകിയോ ആ പത്രോസിനെയും പരമാധികാരിയായ മാർപ്പാപ്പിയെയും ഒക്കെ ധിക്കരിക്കുന്ന നിലപാടാണ്. അങ്ങനെ ധിക്കരിക്കുന്ന നിലപാട് സഭാ നേതൃത്വം എടുത്തിട്ടുണ്ട്, ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരും കറക്റ്റായിട്ട് തിരുത്തുന്നില്ല. ഇത് വളരെ വലിയ തിന്മയാണ്, ശീഷ്മയാണ്. അവർ തിരിച്ചറിയോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വലിയ ശീഷ്മയാണ്. ഇത് ഞാൻ അനേകം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, ആ വാക്ക് ഓർക്കണേ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക്, പത്രോസിന്, പിന്നെ പത്രോസിന് പിൻഗാമി മാർപ്പാപ്പയ്ക്ക് നൽകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പത്രോസിന് നിനക്കെന്ന് പറഞ്ഞ പത്രോസിന്റെ മരണത്തോടെ ആ താക്കോലുകളൊക്കെ എറിഞ്ഞു കളഞ്ഞോ? ഗല്ലക്കടലിലോ അല്ലെങ്കിൽ ചാവുകടലിൽ എറിഞ്ഞു കളഞ്ഞോ? ഇല്ലല്ലോ. താക്കോൽ എന്ന് പറഞ്ഞാൽ താക്കോലല്ല, താക്കോല് സിമ്പിളാണ്, അധികാരം, രാജകീയ അധികാരം. ചുരുക്കത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കർത്താവ് വാഴിച്ചതിന് പത്രോസിനെ. യോഹനാൻ, അതായത് പത്രോസും യോഹനാനും ഉണ്ടായിരുന്നു ആ മഹാപുരോഹിതന്റെ മുറ്റത്ത്. പത്രോസ് തള്ളി പറഞ്ഞുള്ളൂ, യോഹനാൻ തള്ളി പറഞ്ഞില്ല. എന്നിട്ടും യോഹനാനെ അല്ല സഭയുടെ തലവനാക്കിയത്. അനേകം പ്രാവശ്യം വീണു പോയിട്ടുള്ള പത്രോസിനെ. ഇതെല്ലാം നമുക്ക് പാഠമാണ്.
ഒരു തെറ്റും പറ്റാത്തവരൊന്നും അല്ല എന്ന് വിചാരിച്ച് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം പറഞ്ഞാൽ ഒന്ന്, അപ്രമാദിത്വം കീഴിൽ വളരെ ചുരുക്കം കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. തോന്നുമ്പോഴൊന്നും മാർപ്പാപ്പൻ അങ്ങനെ അപ്രമാദിത്വം പഠിപ്പിക്കാറില്ല. പരിശുദ്ധ കന്യകാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട ചില വിശ്വാസത്വങ്ങളാണ് അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്, ഒന്നോ രണ്ടോ. അപ്പോൾ മാർപ്പാപ്പയുടെ അപ്രമാദിത്വം കീഴിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ ചുരുക്കമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാത്ത കാര്യങ്ങൾ മാർപ്പാപ്പയ്ക്ക് തെറ്റുകൾ പറ്റാം, വ്യക്തി നിലയ്ക്ക് തെറ്റുകൾ പറ്റാം. ഈ ധാർമ്മികതയുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ സാർവത്രിക സഭയുടെ തലവൻ എന്ന നിലയിൽ കോളേജ് ഓഫ് അപ്പോസൽസ് അല്ലെങ്കിൽ കോളേജ് ഓഫ് ബിഷപ്സ് അവരോട് ചേർന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളുണ്ട് ഈ അപ്രമാദിത്വത്തിന്. അതേക്കുറിച്ച് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു, ഞാനത് തർജ്ജമ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മനോഹരമായ ഒരു നിർവചനം നൽകുന്നുണ്ട്. വിശ്വാസം സംബന്ധിച്ച് സാധാരണ മനുഷ്യർക്ക് ഒരു അപ്രമാദിത്വമുണ്ട്. വിശ്വാസം സംബന്ധിച്ച് സാധാരണ മനുഷ്യർക്ക് ഒരു അപ്രമാദിത്വമുണ്ട്, അൽമായർക്ക്. ആ അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കുചേരുന്നത്. എത്രയോ ദൈവശാസ്ത്രജ്ഞന്മാർ വന്ന് എന്തെല്ലാം അബദ്ധങ്ങൾ പഠിപ്പിച്ചു. സാധാരണ മനുഷ്യർ വിശ്വസിച്ചോ? ഇല്ലല്ലോ. കാരണം അവർക്കറിയാം എന്താണ് സത്യമെന്ന്. അതിൻ്റെ വിശദാംശങ്ങളോ ദൈവശാസ്ത്ര വ്യാഖ്യാനം അവർക്കറിയില്ല. പക്ഷെ അവർക്കറിയാം അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ പങ്കുചേരുകയാണ് അപ്രമാദിത്വം കൊണ്ട്, മാർപ്പാപ്പയുടെ അപ്രമാദിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ബെനഡിക്ട് മാർപ്പാപ്പ വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞത്. അന്തിമ തീരുമാനമെടുക്കുന്ന ഒരു അധികാരി വേണ്ടേ? അതിനെയാണ് അപ്രമാദിത്വം പറയണേ. അന്തിമ തീരുമാനമെടുക്കുന്ന ഒരു അധികാരം. എത്രയും മനോഹരമായിട്ട് അവർ അവതരിപ്പിക്കണേ. വലിയ വലിയ കാര്യങ്ങൾ ചെറിയ വാക്കുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയ്ക്കും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഈശോ മിശിഹ കൈമാറിയിട്ടുണ്ട്. അതുമായിട്ട് അത് മനസ്സിലാക്കാൻ ഈ യശയ്യായുടെ ടെക്സ്റ്റ് 22-ാമത്തെ അധ്യായത്തിലെ ഈ 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ ദാവീദ് ഭവനത്തിന് താക്കോൽ എന്ന ആ പ്രയോഗം വളരെ സഹായകമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, രാജാധിരാജൻ, വെളിപാട് 19:16, രാജാക്കന്മാരുടെ രാജാവ്, ഭരണാധികാരിയാണ് ഈശോ മിശിഹ. അവന്റെ പ്രധാനമന്ത്രിയായി പത്രോസിന്റെ പിൻഗാമികളെ നിയമിച്ചിരിക്കുന്നു. അത് അതിഗംഭീരമാണ്. അത് നമ്മൾ അംഗീകരിക്കണം. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അംഗീകരിക്കണം. അപ്പോൾ നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടും, സഭയും വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.